അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസിൻ നബിയല്ലാഹ് അമ്മാ ബഅദ്. ചെരിക്കപ്പാടം നൂറുൽ ഇസ്ലാം മദ്രസ ഭാരവാഹികളെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, ദീനി സ്നേഹികളെ, ചെരിക്കപ്പാടം നൂറുൽ ഇസ്ലാം മദ്രസ അതിൻ്റെ 40-ാം വാർഷികം ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട വിവിധ പരിപാടികളുടെ ഭാഗമായി നടത്തപ്പെടുന്ന പഠന സെഷനാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് പറയുന്നതിനും കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മദ്രസകൾ വിജ്ഞാനത്തിൻ്റെ പ്രസരണ കേന്ദ്രങ്ങളാണ്. ഇസ്ലാമിലെ ആദ്യ പാഠശാല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയായിരുന്നു. ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അധ്യാപകനായിട്ടാണ്, മുഅല്ലിമായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. വിജ്ഞാനം അതാണൊരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ആ വിജ്ഞാനത്തിൻ്റെ നമ്മുടെ നാട്ടിലെ പ്രഭവ കേന്ദ്രങ്ങളാണ് മദ്രസകൾ. മദ്രസകളിൽ നിന്നും നമ്മൾ പഠിച്ച പാഠങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഏതൊരു ദേശത്തിൻ്റെയും ദീനിയായ ചൈതന്യം നിലനിർത്തുന്നത് അവിടുത്തെ മതപാഠശാലകളാണ്. അതുകൊണ്ട് തന്നെ 40 വർഷമായി നമ്മുടെ പ്രദേശത്ത് വൈജ്ഞാനിക പ്രസരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനം ദീനി വിജ്ഞാനത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമാണ്. അതുകൊണ്ട് അതിന് അർഹിക്കുന്ന പരിഗണന നമ്മൾ നൽകേണ്ടതുണ്ട്. ഈ മദ്രസ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും അത് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിൽ നിന്നും ഏതാനും വാക്കുകൾ പറയാനാണ് ഈ ഉള്ളവൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഉപദേശ നിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ വഹയി മുഖേന ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവകളത്രയും സത്യസന്ധവും വിശ്വാസിക്ക് ഇരുലോകത്തും പ്രയോജനപ്പെടുന്നതുമായ തത്വങ്ങളായിരിക്കും. ആ ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കാൻ കഴിയുകയും സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകളിൽ സുപ്രധാനമായ വചനമാണ് ഒരിക്കൽ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാദിമു യന്തളിറു മിനല്ലാഹി റഹ്മത വൽ മുഅ്ജിബു യന്തളിറുൽ അൽമഖത. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവൻ, തൻ്റെ വക്കിൽ നിന്ന് പറ്റിപ്പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാപ്പപേക്ഷിച്ച് ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ, യന്തളിറു മിനല്ലാഹി റഹ്മത, അവന് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് പ്രതീക്ഷിക്കാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ കൊണ്ട്, ചുറ്റുപാടുകളുടെ ഇടപെടലുകളെ കൊണ്ട് നമ്മൾ പല അബദ്ധങ്ങളിലും പല വൻ പാപങ്ങളിലും ചെന്നുപെടും. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമുക്കുണ്ടാകുമെന്ന് നമ്മളോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതേസമയം വൽ മുഅ്ജിബു യന്തളിറുൽ മഖ്ത, പൊങ്ങച്ചം കാണിക്കുന്നവൻ, തൻ്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചും തൻ്റെ അടുക്കൽ ഒരു തെറ്റും പറ്റുകയില്ല എന്ന ഭാവത്തോടുകൂടി അഹംഭാവത്തോടുകൂടി നടക്കുന്നവൻ, യന്തളിറുൽ മഖ്ത, അള്ളാഹുവിൻ്റെ കഠോരമായ കോപം, ദേഷ്യമാണ് അവൻ പ്രതീക്ഷിക്കുന്നത്, അതാണ് അവന് ലഭിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്യുന്നു. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് അവിടെ നിന്ന് പറയുന്നു
വഅലമു ഇബാദല്ലാഹ് അന്ന കുല്ല ആമിലിൻ സയഖ്ദുമു അലാ അമലിഹി. അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ അറിയുക, ഏതൊരു കർമ്മം ചെയ്യുന്നവനും അവൻ്റെ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. നാളെ പരലോകത്ത് അവൻ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും അനന്തരഫലം അവൻ കാണുകയും അതിൻ്റെ ശിക്ഷയും അതിൻ്റെ പ്രതിഫലവും അവൻ നേടുകയും ചെയ്യും. വലാ യഖ്റുജു മിനദ് ദുനിയ ഹത്താ യറാ ഹുസ്ന അമലിഹി വസൂഅ അമലിഹി. നാം ചെയ്യുന്ന നന്മയാവട്ടെ തിന്മയാവട്ടെ അതിൻ്റെ ഗുണവും ദോഷവും ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വലാ യഖ്റുജു മിനദ് ദുനിയ, ഈ ദുനിയാവിൽ നിന്ന് ഒരാളും തന്നെ പുറത്തു പോവുകയില്ല. ഹത്താ യറാ ഹുസ്ന അമലിഹി വസൂഅ അമലിഹി, അവൻ്റെ നല്ല പ്രവർത്തനവും മോശപ്പെട്ട പ്രവർത്തനവും അവൻ കാണുന്നത് വരെ, അതിൻ്റെ അനന്തര ഫലങ്ങൾ അല്പമെങ്കിലും അവൻ അനുഭവിക്കുന്നത് വരെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുകയില്ല. റസൂൽ തുടരുന്നു, വ ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, മനുഷ്യൻ്റെ കർമ്മങ്ങളെ വിലയിരുത്തേണ്ടത് അതിൻ്റെ അന്ത്യങ്ങളെ കൊണ്ടാണ്. അവസാനം എന്ത് സംഭവിച്ചു അതാണ് വിലയിരുത്തേണ്ടത്. ആദ്യമൊക്കെ എന്ത് ഫലം തന്നു എന്നുള്ളതല്ല, നാം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം എന്താണ്, അതിൻ്റെ അന്തിമ അവസ്ഥ എന്താണ്. എത്രയോ നല്ല മനുഷ്യർ നല്ലവരായി ജീവിച്ച് അവസാനം കാഫിറായി മരിച്ചു പോകുന്നു. എത്രയോ വലിയ തമ്മാടികൾ അവിശ്വാസികളായി ജീവിച്ച് അവസാനം അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ച് അവരൊക്കെ സത്യവിശ്വാസികളായി സ്വർഗാവകാശികളായി അവരൊക്കെ വിട പറയുന്നു. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ നാം എത്ര നല്ലവരാണെങ്കിലും നമ്മുടെ ആഖിബത്തിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അൽ മർഉ യമൂതു അലാ മാ ആശ അലൈഹി, ഏതൊരു മനുഷ്യനും മരിക്കുക അവൻ ജീവിച്ച ആ ജീവിത രീതിയിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഹൃദയം കിടക്കുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഹൃദയത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖുലൂബന അലാ തഅതിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിലേക്ക്, നിന്റെ വഴിയിലേക്ക് നീ തിരിക്കണേ, നിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ മനുഷ്യരും ദിവസവും 17 പ്രാവശ്യമെങ്കിലും അവൻ പ്രാർത്ഥിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ച റബ്ബേ, ഈ മുസ്തഖീമായ ശരിയായ മാർഗത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് 17 പ്രാവശ്യം നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വിശ്വാസിയും നിസ്കാരത്തിൽ ഫർളിലും സുന്നത്തിലും അത് ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആവർത്തിക്കാൻ പറഞ്ഞത്? അവൻ മുസ്തഖീമായ ശരിയായ രീതിയിലാണ് ചലിക്കുന്നത് എങ്കിലും ആ ശരിയായ രീതിയിൽ ചലിച്ച് ശരിയായ രീതിയിൽ മരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് തന്നെ വേണം. അത് നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ വിലപ്പെട്ട ഏറ്റവും വലിയ സമ്മാനം ഹിദായത്താണ്. ലോകത്തിലെ ലക്ഷോപലക്ഷം ആളുകൾക്ക് നൽകാത്ത വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം അള്ളാഹു നൽകിയ ആ വിലപ്പെട്ട ഹിദായത്തിനെ നിർത്തുക എന്നുള്ളതാണ്. പാപപങ്കിലമായ ജീവിതം നയിച്ചുകൊണ്ട് അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ട് ആ ഹിദായത്തിനെ കളഞ്ഞു കുളിച്ചാൽ അതിൻ്റെ ദുരന്തം ഭയാനകമായിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, തീർച്ചയായും മനുഷ്യൻ്റെ കർമ്മങ്ങളെ വിലയിരുത്തുന്നത് അവസാനങ്ങളെ കൊണ്ടാണ്. അവസാനം നന്നാകുവാൻ എല്ലാവരും ശ്രമിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പ്രത്യേകം ഉണർത്തുന്നത്. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് റസൂൽ തുടരുന്നു, വല്ലൈലു വന്നഹാറു മത്തിയത്താനി, രാവും പകലും വാഹനങ്ങളാണ്. നമ്മുടെ കർമ്മങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് രാത്രിയും പകലും. അതുകൊണ്ട് ഫഅഹ്സിനു സൈറ അലൈഹിമാ ഇലൽ ആഖിറ, പരലോകത്തേക്കുള്ള നിങ്ങളുടെ സഞ്ചാരത്തിൽ ആ സഞ്ചാരം നിങ്ങൾ നന്നാക്കുക. അതിൽ മോശമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത്. പരലോകത്തേക്കാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷം കഴിയുമ്പോഴും മനുഷ്യൻ പരലോകത്തേക്ക് ഓരോ സെക്കൻഡ് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ആ സഞ്ചാരം അത് സുഗമമാവണം. അത് പരലോകത്തുള്ള സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് ആ മുസ്തഖീമായ വഴിയിൽ നിന്ന് ഒരിക്കലും വ്യതിചരിച്ചു പോകുന്ന രീതിയിൽ നിങ്ങൾ സഞ്ചരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വീണ്ടും റസൂൽ തുടരുന്നു, വഹ്ദറു തസ്വീഫ് ഫഇന്നൽ മൗത യഅതി ബഗ്തതൻ. നിങ്ങൾ നല്ലതൊന്നും നാളേക്ക് നീട്ടിവെക്കരുത്, കാരണം മരണം ആകസ്മികമായി പെട്ടെന്നായിരിക്കും ഒരുപക്ഷെ വരിക. പെട്ടെന്ന് മരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. മരണത്തിൻ്റെ മാലാക്ക നിങ്ങൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ്. ഏത് സമയവും മരണമാകുന്ന ആ യാഥാർത്ഥ്യം നിങ്ങളെ പിടികൂടാം. അതുകൊണ്ട് നിങ്ങൾ ഒരു നന്മയും നാളേക്ക് നീട്ടിവെക്കരുത്. വഹ്ദറു തസ്വീഫ്, നീട്ടിവെക്കലിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നൽ മൗത യഅതി ബഗ്തതൻ, മരണം അത് അപ്രതീക്ഷിതമായിരിക്കും അതിൻ്റെ ആഗമനം. വലാ യഗ്തറന്ന അഹദുക്കും ബിഹിൽമില്ലാഹി അസ്സ വജല്ല. നിങ്ങൾ അധർമ്മ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അബദ്ധസഞ്ചാരം നടത്തുമ്പോൾ, തിന്മയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാത്തത് അള്ളാഹുവിൻ്റെ സഹനം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ആ സഹനശീലത്തിൽ നിങ്ങൾ വഞ്ചിതരാവരുത്. അള്ളാഹുവിൻ്റെ ക്ഷമ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ക്ഷമയിൽ, അള്ളാഹുവിൻ്റെ സംയമനത്തിൽ നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാവരുത്. നിങ്ങൾ ചതിയിൽ പെട്ടുപോകരുത്. ഫഇന്നൽ ജന്നത വന്നാറ അഖ്റബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി. സ്വർഗവും നരകവും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നിങ്ങളോട് വളരെ അടുത്തിരിക്കുന്നു. സ്വർഗം എപ്രകാരം നമ്മോടടുത്തിരിക്കുന്നുവോ അപ്രകാരവും നരകവും അടുത്തിട്ടുണ്ട്. നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് മനുഷ്യന് സ്വർഗം നേടാൻ കഴിയും. അതുപോലെ നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് മനുഷ്യൻ നരകത്തിൽ കടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെരുപ്പിൻ്റെ വാറ് നിങ്ങളോട് എപ്രകാരം അടുത്ത് കിടക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ സ്വർഗ പ്രവേശന സാധ്യതയും നരകപ്രവേശന സാധ്യതയും നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ള ഓർമ്മയോടെ കൂടെയായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും അണുമണി തൂക്കം തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനന്തര ഫലവും അവൻ അനുഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽപ്പറഞ്ഞ ഹദീസിൻ്റെ ആശയത്തിന് അടിത്തറ പാകുകയാണ്. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അടിത്തറ പാവുകയാണ്, അതിന് സമർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസ് വളരെ പ്രസക്തമായ ഹദീസാണ്. മനുഷ്യ ജീവിതത്തെ വിലയിരുത്തുകയും മനുഷ്യ ജീവിതം അത് ജാഗ്രത പൂർണ്ണമായി എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശമാണ് ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ ആശങ്ക അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മുന്നേറേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ച ഈ സമയം എന്ന് പറയുന്ന ഈ അനുഗ്രഹം എത്ര നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏത് സമയവും മരണത്തിൻ്റെ മാലാക്ക നമ്മെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അള്ളാഹു നൽകിയ ഈ വിലപ്പെട്ട സമയത്തെ നമ്മൾ യാന്ത്രികമായി തള്ളി നീക്കാതെ നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഭാവിയിലേക്ക് നാം ഭാവി ബാസുരമാക്കുന്നതിന് വേണ്ടി സൽപ്രവർത്തനങ്ങളിൽ മുഴുകേണ്ട സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു നുഫൂസക്കും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്ക് നാളെ പരലോകത്ത് വിചാരണ വരാനുണ്ട്. നിങ്ങൾ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുന്നേ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തം ശരീരങ്ങളെ വിചാരണ ചെയ്യുക. വസിനു അമാലക്കും ഖബ്ല അൻ തൂസനു. നാളെ പരലോകത്ത് മീസാൻ എന്ന തുലാസിൽ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ അതിന് മുമ്പ് തന്നെ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ തൂക്കുക. എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും തിന്മയെ തൊട്ട് അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കുകയും നന്മകൾ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് ഒരു വിശ്വാസിയുടെ ദൗത്യമെന്ന്
ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വിശുദ്ധമായ വചനവും ഈ ആശയത്തിന് അടിവരയിടുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യരും നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുക. നാളേക്ക് വേണ്ടി, തൻ്റെ ഭാവി ജീവിതത്തിലേക്ക് വേണ്ടി, തൻ്റെ ഖബർ ജീവിതത്തിലേക്ക്, മഹ്ശറയിലേക്ക്, സിറാത്ത് പാലം കടക്കുന്നതിലേക്ക്, തിന്മകൾ തോക്കുന്ന ആ സന്ദർഭത്തിലേക്ക്, സ്വർഗം സമ്പാദിക്കുന്നതിലേക്ക്, നരകത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലേക്ക് എന്ത് കർമ്മമാണ് നാം ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോ മനുഷ്യരും ചിന്തിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ ഈ കൽപ്പനകൾ അനുസരിച്ച്, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ തീർച്ചയായും വിജയകരമായ ഒരു ഭൗതിക ജീവിതവും വിജയകരമായ ഒരു പാരത്രിക ജീവിതവും നമുക്ക് ലഭിക്കും. അതാണ് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ ഉമ്മയും ഉപ്പയും അവർ വളർന്നത്, ആദം അലൈഹിസ്സലാമും ഹവ്വ ബീവിയും അവൾ വളർന്ന് വലുതായത് സ്വർഗത്തിലാണ്. ആ ഉമ്മയും ഉപ്പയും കിടന്ന് സ്വർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോവേണ്ടതുണ്ട്. അതിന് ആദം അലൈഹിസ്സലാമിലൂടെ, പരശതം പ്രവാചകരിലൂടെ, മുത്തുഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് ലഭിച്ച ഈ ഹിദായത്ത്, ഇസ്ലാമിൻ്റെ സന്ദേശം, ദീനിൻ്റെ സന്ദേശം, തിരുചര്യ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.